ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തട്ട് ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BGMയിൽ പുതിയതായിട്ട് ആഡാക്കിയ സ്പൈഡർമാൻ തീം ഇവൻറ്റിൽ 4 അച്ചീവ്മെൻറ്റ് അവർ പുതിയതായിട്ട് ആഡാക്കിയിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ കൂട്ടുകാരെ, അപ്പം നമുക്ക് ഇങ്ങനെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കിയാലോ. ഇതിപ്പോൾ സ്ക്വാഡ്, ഡുവോ, സോളോ ഇതിലേത് മോഡിൽ വേണ്ടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ സ്പൈഡർമാൻ ഇവൻറ്റ് മോഡായിരിക്കണം എന്ന് മാത്രം. റാങ്ക്ഡ് അത് പ്രശ്നമില്ല, ഏതിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് എവിടെ നിന്നാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോച്ചിൻ്റെയും ബ്രിഡ്ജിൻ്റെയും നടുക്കായിട്ട് ഒരു പുതിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്, പീറ്റർ പാർക്കർ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോ ക്രീഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് അച്ചീവ്മെൻറ്റ്. ഇവിടെ ലാൻഡായ ഉടനെ ഈ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ബോർഡിൻ്റെ അടുത്ത് പോയിട്ട് ഇൻറ്ററാക്ട് ചെയ്താൽ തന്നെ നമ്മൾ ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ അതിൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ പോപ്പപ്പ് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് അച്ചീവ്മെൻറ്റ്. അടുത്ത ലൊക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറി സൈഡിൽ ഒരു പുതിയൊരു ലൊക്കേഷൻ വന്നിട്ടുണ്ട്, മേരി പാർക്കർ ഗ്രേവ് എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലറ. അത് നമുക്ക് മാപ്പിൽ റെഡ് കളറിൽ കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ സെക്കൻഡ് അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് അച്ചീവ്മെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേയിങ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് അച്ചീവ്മെൻറ്റ്. അത് ഈ കാണുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബട്ടൺ വരും. അവിടെ പോയിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് തേർഡ് അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ അതിനെന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് സ്പൈഡർമാൻ ഇവിടെ വരണം. പക്ഷേ അത് എല്ലാ മാച്ചിലും വരണമെന്നില്ല. ഞാൻ 2-3 മാച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ എൻ്റെ സ്ക്രീൻ റെക്കോർഡും ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ അച്ചീവ്മെൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു പോപ്പപ്പ് വീഡിയോ ഇവിടെ സൈഡിൽ കൊടുക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർമാൻ ഇവിടെ വരും, എന്നിട്ട് ആ കല്ലറേൻ്റെ മുകളിൽ ഒരു പൂവ് കൊടുക്കുക. ആ പൂവ് അവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പോയിട്ട് പിക്കപ്പ് ചെയ്ത ഉടനെ നമ്മളെ ഹീറോസ് ഫ്ലവർ എന്ന് പറഞ്ഞ തേർഡ് അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യും. നമ്മളെ ലാസ്റ്റ് അച്ചീവ്മെൻറ്റ് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള അച്ചീവ്മെൻറ്റ്. അതിന് നമുക്കൊരു ടീംമേറ്റിൻ്റെ സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അത് നമുക്ക് എവിടെ നിന്ന് വേണ്ടിയൊക്കെ ചെയ്യാം. അത് 2 തരത്തിലാണ് അവർ പറയുന്നത്. ഒന്ന്, നമുക്ക് റീകോൾ ടവർ എൻഡ് ആവുന്നതിന് മുമ്പ് 10 സെക്കൻഡിന് മുമ്പ് റീകോൾ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളെ ടീമേറ്റ് നോക്കായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 1 HP കുറവുള്ള സമയത്ത് നമ്മൾ റിവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് കാണാം. ടീമേറ്റിനോട് നേട് ഇട്ടിട്ടോ മോൾട്ടോ ഇട്ടിട്ടോ എങ്ങനെയെങ്കിലും നോക്കാൻ പറയും. നോക്കായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ കാണുന്ന പോലെ ഞാൻ ഇപ്പോൾ റിവ് എടുക്കുന്ന HP ആണല്ലോ, 1 HP തൊട്ട് താഴെ നമുക്ക് റിവ് എപ്പോൾ എടുക്കാൻ പറ്റുമോ ആ ഒരു സാഹചര്യത്തിൽ എടുക്കുക. ഈ റിവ് കംപ്ലീറ്റ് ആയ ഉടനെ നമ്മൾ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. മേക്കപ്പ് ഫോർ റിഗ്രറ്റ്സ് എന്ന് പറഞ്ഞ അച്ചീവ്മെൻറ്റാണ്. ഞാൻ ഇവിടെ പോപ്പപ്പ് കൊടുക്കാം. അതും കൂടി കംപ്ലീറ്റ് ആയാൽ നമ്മൾ 4 അച്ചീവ്മെൻറ്റും ഈ ഇവൻറ്റിൽ 4 അച്ചീവ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫോർ നൗ.